ആമി നേരെ അവന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച ശേഷം അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അവൾ വന്നതും കാണുന്നത് ഫ്രഷായി ഇറങ്ങുന്ന ഋഷിയെയാണ്. നീ എന്താടി എൻ്റെ റൂമിൽ? അടുത്ത എന്തെങ്കിലും പണി തരാൻ വന്നതാണോ? പിന്നെ പിന്നെ സോറി. എന്തിന്? ഞാൻ അറിയാതെ ചെയ്തതാ, സോറി. ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല. ആമി വിഷമത്തോടെ പറഞ്ഞു. സോറി ഒന്നും വേണ്ട. നീ എനിക്കിട്ട് തന്ന പണിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ശരി. അവൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിയതും ഒരുമിച്ചായിരുന്നു. അവൾ എന്താണെന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. നിന്റെ കവിളിൽ എന്താ പറ്റിയേ? ആരെങ്കിലും നിന്നെ അടിച്ചോ? അവന് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കി നിന്നു. അത് കണ്ട് അവനക്ക് ദേഷ്യം വന്നു. പറയിടുന്നു നത്തോലി, എന്താ പറ്റിയേ? അത് പിന്നെ അഭിയേട്ടൻ. എനിക്ക് തോന്നി. അവനിട്ടുള്ളത് ഞാൻ കൊടുത്തോളാം. ഇപ്പൊ നീ റൂമിലേക്ക് പോ. അവൻ പറഞ്ഞതും അവൾ പോകാതെ അവിടെ തന്നെ നിന്നു. എന്താ പോകുന്നില്ലേ? അത് അഭിയേട്ടനൊന്നും ചെയ്യണ്ട. ഏട്ടന് ആ നേരത്തെ ദേഷ്യത്തിന് അടിച്ചതാ. അത് ഞാൻ എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തോളാം. താൻ പോടോ ചുപ്പാണ്ടി. ആമി അത് പറഞ്ഞ് റൂമിലേക്ക് ഓടി. അവൾ പോയ വഴിയെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ രണ്ടും എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? അഭിയേട്ടൻ എന്ത് പരിപാടിയെ കാണിച്ചേ? എന്തിനാ അവളെ അടിച്ചേ? പിന്നെ അവളെ പിടിച്ച് അഭിനന്ദിക്കുകയാണോ ഞാൻ വേണ്ടത്? ആമി എന്താ ചെയ്തത് കണ്ടില്ലേ നിങ്ങൾ? കണ്ടു. അപ്പോൾ പിന്നെ ഏട്ടന് ഞങ്ങളെ കൂടെ അടിക്കണം. എന്തിന്? ഭദ്രയ്ക്ക് കൊടുത്ത പണിയെ പറ്റി എല്ലാം അവർ അബിയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് അവൻ നേരെ ആമിയുടെ അടുത്തേക്ക് പോയി. അവൻ ചെന്നപ്പോൾ കാണുന്നത് ബെഡിൽ കിടക്കുന്ന ആമിയെയാണ്. അവൾ ഉറങ്ങുകയായിരുന്നു. അബി അവളുടെ അടുത്തേക്ക് പോയിരുന്നു. അവളുടെ വീർത്ത കവൾ കാണും തോറും അവന് കുറ്റബോധവും നിറഞ്ഞു. സോറി മോളെ, ഏട്ടനൊന്നും അറിയാതെ നിന്നെ തല്ലിയത്. സോറി. അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച ശേഷം പുറത്തേക്ക് പോയി. ആമി അപ്പോഴും നല്ല ഉറക്കായിരുന്നു. നിനക്കെന്താ കാർത്തു? പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഇല്ല, എനിക്ക് ഈ കാര്യം മനസ്സിലാകില്ല. കാർത്തു, അമ്മ എന്നോട് ദേഷ്യം കാണിക്കേണ്ട. എനിക്ക് യദുവേട്ടനെയാണ് ഇഷ്ടം. മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാൻ പോലും എനിക്ക് പറ്റില്ല. നീ എന്ത് വിഡ്ഢിത്തമാണ് കാർത്തു പറയുന്നത്? സ്വന്തം അനിയത്തിക്ക് പോലും അവൻ്റെ മുന്നിൽ പോകാൻ മടിക്കുന്നു. അങ്ങനെയുള്ള അവനെ നിനക്ക് വേണമെന്നോ? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. കാഞ്ചന പറഞ്ഞതും കാർത്തു നിറകണ്ണുകളാലെ അവരെ നോക്കി. അമ്മ പ്ലീസ്, ഇങ്ങനെയൊന്നും പറയില്ലേ. എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. കാർത്തു, മിണ്ടരുത് നീ. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും അവനെ കൊണ്ട് നിന്നെ ഞങ്ങൾ കെട്ടിക്കില്ല. എങ്കിൽ നിങ്ങൾ പറയുന്ന ആളെ ഞാനും വിവാഹം കഴിക്കില്ല. അവൾ അത്രയും പറഞ്ഞ് റൂമിലേക്ക് പോയി. കാഞ്ചന അവൾ പറഞ്ഞതെല്ലാം കേട്ട് നിറഞ്ഞ കണ്ണുകളാൽ അവിടെ തന്നെ ഇരുന്നു. ആൻറ്റി. ഭദ്രയുടെ വിളി കേട്ടാണ് കാഞ്ചന തല ഉയർത്തി നോക്കിയത്. മോനായിരുന്നോ? നീ വന്നിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഹോസ്പിറ്റൽ കുറച്ച് ബിസിയായി പോയി, അതാ ആൻറ്റി. അല്ല, കാർത്തു എന്തേ? അവളെ 2 ദിവസമായല്ലോ കണ്ടിട്ട്. ഇവിടെയുണ്ട്, ആ റൂമിലാണ്. 2 ദിവസമായിട്ട് എപ്പോൾ നോക്കിയാലും കരഞ്ഞോണ്ടിരിക്കുവാണ്. കാഞ്ചന അവരോടായി പറഞ്ഞു. എന്താ ആൻറ്റി പ്രശ്നം? അതിനു മാത്രം എന്താ അവൾക്ക് പറ്റിയേ? എൻ്റെ ഭദ്രി, എനിക്കറിയില്ല ആ പെണ്ണിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ഇപ്പോൾ തന്നെ ഒരുപാട് കല്യാണാലോചനകൾ വന്നു. പക്ഷെ ഇപ്പോഴും അവൾ യദുവിനെ മനസ്സിൽ കൊണ്ട് നടക്കുക. ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. നീ എങ്കിലൊന്ന് പറ. നീ പറഞ്ഞാൽ അവൾ കേൾക്കും. ശരി ആൻറ്റി, ഞാൻ പറയാം അവളോട്. അവൻ അതും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് പോയി. അവൻ ചെന്നതും കാണുന്നത് യദുവിൻ്റെ ഫോട്ടോയെ കൈപ്പിടിച്ചിരിക്കുന്ന കാർത്തുവിനെയാണ്. കാർത്തു. അവൻ വിളിച്ചതും അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചിട്ട് അവനെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി. നീ എപ്പോൾ വന്നു ഭദ്രി? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അമ്മ എല്ലാം പറഞ്ഞു അല്ലേ? പറഞ്ഞു. നിനക്കെന്താ ശരിക്കും ഭ്രാന്തുണ്ടോ? അവനെ പോലെ ഒരു ചെകുത്താനെ സ്നേഹിക്കാനും അവനെ കാത്തിരിക്കാനും. ഭദ്രി പ്ലീസ്, നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. മിണ്ടരുത് നീ. നിന്നെ ഇനി എന്ത് മനസ്സിലാക്കാനാ കാർത്തു ഞാൻ? അവന് നിന്നെ വേണ്ട, പിന്നെ എന്തിനാടി? അറിയില്ല ഭദ്രി, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. മതി, നിർത്ത്. ഇനി നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ കല്യാണം ഞങ്ങൾ ഉടനെ നടത്തും. അവനെ പോലെ ഒരുത്തനെ നിനക്ക് വേണ്ട. അവൻ പറഞ്ഞതും കാർത്തു പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കാണുന്തോറും അവൻ്റെ നെഞ്ചു പിടഞ്ഞു. കാർത്തു മോളെ, എന്താടാ ഇത്? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? അവൻ ചോദിച്ചതും കാർത്തു അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഭദ്രി, എനിക്കറിയില്ലടാ. ഒരുപാട് സ്നേഹിച്ചു പോയി ഞാൻ. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. മറക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. കൊച്ചുനാൾ മുതൽ എൻ്റെ മനസ്സിൽ കയറിയതാണ്. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ആദ്യമെല്ലാം എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞതും എന്നെ ഇഷ്ടമില്ലാതായി തുടങ്ങി.
എൻ്റെ പ്രണയം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ബദ്രി. എൻ്റെ മനസ്സിൽ ആ മുഖം അത്രയും പതിഞ്ഞുപോയി. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. അവരുടെ സ്വഭാവം ഇനി എത്ര മോശമാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് അവരെ വെറുക്കുന്നതായി അഭിനയിക്കാം. പക്ഷേ കാർത്തു ഓരോന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ബദ്രി അവളെ ചേർത്ത് പിടിച്ചു. അറിയില്ല മോളെ, എന്താ ഞാൻ നിന്നോട് പറയണ്ടേന്ന്. എൻ്റെ ഏട്ടനെ ഇത്രയേറെ എന്തിനാ നീ സ്നേഹിക്കുന്നേ? അവനെ പോലൊരു ദുഷ്ടൻ നിനക്ക് ചേരില്ല. പക്ഷേ നിന്റെ സ്നേഹം അവന് മാത്രം മനസ്സിലാകുന്നില്ലല്ലോ. എന്ത് വിധിയാടി നിനക്ക്? അവന് വേദനയോടെ സ്വയം ഓർത്തു. കുറച്ച് സമയം കഴിഞ്ഞതും അവളുടെ കരച്ചിൽ നേർത്തു വന്നു. അവൾ ബദ്രിയിൽ നിന്ന് അടർന്നു മാറി ബാൽക്കണിയിലേക്ക് പോയി. അവളുടെ പുറകെ ബദ്രിയും പോയിരുന്നു. കാത്തു, ഇന്ന് വൈകിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. എങ്ങോട്ട്? മാനമ്പള്ളി മനക്കലേക്ക്. അവിടെ ഞാൻ എന്തിനാ? ഏയ്, അതൊന്നും ശരിയാവില്ല ബദ്രി. ഞാനില്ല. നീ മാത്രമല്ല, ഞാനുണ്ട്. യദുവിന് നീ മറക്കണമെങ്കിൽ ഇവിടെ നിന്ന് മാറണം. കുറച്ചുനാൾ അവിടെ താമസിക്കണം. വേണ്ട ബദ്രി, ഞാൻ ഇവിടെ നിന്ന് വരില്ല. വരും. ഞാൻ പറഞ്ഞ കേൾക്കില്ലേ നീ? അതോ ഞാനൊരു അന്യനാണോ? ഏയ്, എന്താ ബദ്രി ഇത്? നീ എനിക്ക് അന്യനാണെന്നോ? എന്ത് പ്രശ്നം വന്നാലും ഒരു ഏട്ടനായി, അച്ഛനായി, നല്ലൊരു ഫ്രണ്ടായി എല്ലാം നീയല്ലേ എനിക്കുള്ളത്. അങ്ങനെയുള്ള നീ എനിക്ക് അന്യനാകുമോ? എങ്കിൽ ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ നീ? ഞാൻ വരാം. യദുവേട്ടനെ ഞാൻ മറക്കാൻ ശ്രമിക്കാം. അത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അവളുടെ സ്വരമിടറി. കുറച്ചു നേരം കൂടെ സംസാരിച്ച ശേഷം ബദ്രി എല്ലാ കാര്യങ്ങളും കാഞ്ചനയോടും പറഞ്ഞ ശേഷമാണ് മാൻഷനിലേക്ക് പോയത്. സമയം അതിവേഗം ഓടിപ്പോയി. അന്തരീക്ഷമാകെ ചുവപ്പ് പടർന്നു. പൂക്കളെല്ലാം വാടിത്തുടങ്ങി. പക്ഷികളെല്ലാം കൂട്ടിലേക്ക് മറഞ്ഞു. സൂര്യൻ പതിയെ കടലിലേക്ക് താഴാൻ തുടങ്ങി. തറവാട്ടിലെ എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. രുദ്ര റൂമിലേക്ക് വന്നപ്പോഴാണ് കുളിച്ചൊരു സിമ്പിൾ ധാവണി ധരിച്ച് ഈറനോടെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്തോ ആലോചിക്കുന്ന വേദുവിനെ അവൻ കാണുന്നത്. വേദു, എന്താ കടുവേ? പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ നാക്ക് കടിച്ചുകൊണ്ട് രുദ്രനെ ഒന്ന് നോക്കി. നീ ഇപ്പം എന്താ എന്നെ വിളിച്ചേ? അത് പിന്നെ ഒരു അബദ്ധം. ഇനി ഈ അബദ്ധം വരാതിരിക്കാൻ നിനക്കൊരു സമ്മാനം ഞാൻ തരാം. എന്ത് സമ്മാനം? അതൊക്കെ ഉണ്ട്, നീ ഇങ്ങ് വാ പെണ്ണേ. രുദ്ര അത് പറഞ്ഞ് വേദുവിനെ വലിച്ചവൻ്റെ നെഞ്ചിലേക്കിട്ടു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. വേദു ഒന്നുകൂടെ അവനിലേക്ക് അമർന്നു. അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു. അവൾക്ക് എന്തെന്നില്ലാത്തൊരു പരവേശം. അവളുടെ ചുണ്ടുകൾ വിറച്ചു. ദേഹമാകെ അവൾ വിയർത്തു. ചന്ദനത്തിൻ്റെയും കാച്ചെണ്ണയുടെയും ഗന്ധം അവിടമാകെ നിറഞ്ഞു നിന്നു. രുദ്രന്റെ കൈകൾ അവളുടെ ആലില വയറിൽ ഓടി നടന്നു. പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മേൽ ചുണ്ടിൻ്റെ അടുത്തുള്ള മറുകിലേക്ക് പതിഞ്ഞു. പതിയെ അവിടെ നിന്നും അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിനോട് അടുക്കാൻ പോയതും പുറത്തുനിന്ന് ആരുടെയോ വിളി കേട്ടു. രുദ്രനെ തള്ളിമാറ്റി വേദു അവൾ ധരിച്ചിരുന്ന ധാവണി റെഡിയാക്കി. രുദ്ര ആ വന്നവനെ നന്നായി ഒന്ന് തെറി വിളിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ഡോർ തുറന്നതും ദാ നിൽക്കുന്നു നമ്മുടെ അബി. എന്താടാ? നിന്നെ താഴെ അന്വേഷിക്കുന്നു. വരുന്നില്ലേ? ആ, വരുന്നു. എങ്കി വാ, നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോവാനാ മുത്തു പറഞ്ഞത്. അവൻ അബിയുടെ കൂടെ താഴേക്ക് പോയി. വേദു പെട്ടെന്ന് തന്നെ അവളുടെ ഉടുത്തിരുന്ന ധാവണി മാറ്റി നീലക്കരയുള്ള ഒരു സെറ്റ് സാരി ധരിച്ച ശേഷം താഴേക്ക് പോയി. വേദു വന്നതും അവരെല്ലാവരും അമ്പലത്തിലേക്ക് പോയി. ഈ സമയം തന്നെ കാത്തുവും ബദ്രിയും നാട്ടിലേക്ക് തിരിച്ചിരുന്നു. എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനിറങ്ങി. തറവാട്ടിലെ മുതിർന്നവരെല്ലാം തന്നെ നേരത്തെ ഇറങ്ങി. അമ്പലം അടുത്തായതുകൊണ്ട് തന്നെ നടന്നാണ് അവരെല്ലാം പോയത്. ആമയും ഋതുവും വേദവും മുന്നേ നടന്നു. 3 പേരും സെറ്റ് സാരിയാണ് ധരിച്ചിരിക്കുന്നത്. അവരുടെ പുറകെ തന്നെ അബിയും ഋഷിയും രുദ്രുമുണ്ട്. രുദ്രന്റെ കണ്ണ് വേദുവിൽ തന്നെയായിരുന്നു. ഡാ രുദ്ര, സ്വന്തം പ്രോപ്പർട്ടിയെ തന്നെ എന്തിനാ ഇങ്ങനെ വായി നോക്കുന്നേ? അത് നിനക്കെന്താണോ പുല്ലേ? ഞാൻ എൻ്റെ പെണ്ണിനെയല്ലേ നോക്കുന്നേ? ആ, നോക്ക് നോക്ക്, ബാക്കിയുള്ളവർ ഇവിടെ ഒന്നും സെറ്റാകാതെ ഇരിക്കുന്നുണ്ട്. മോനെ ഋഷി, നീ പറഞ്ഞത് ആമയെ പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ആദ്യം ചെന്ന് അവളോട് ഇഷ്ടം തുറന്ന് പറ. അല്ലെങ്കിൽ വേറെ ആൺപിള്ളേർ അവളെ കൊത്തിക്കൊണ്ട് പോവും. അതെനിക്കറിയാം. പക്ഷേ അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടട്ടെ. എന്തിന്? അല്ല, പ്രപ്പോസ് ചെയ്യാൻ. അതിനായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ പണ്ട് ചെയ്തതുപോലെ അവളെ കയറി ഉമ്മിക്കാനാണെന്ന്. അതിനവനൊന്ന് ഇളിച്ചു കാണിച്ചു. അത് പിന്നെ പണ്ടൊരു കയ്യബദ്ധം. കയ്യബദ്ധം? അബി ഇതൊന്നും അറിയണ്ട കേട്ടോ. അവൻ അവളുടെ ഏട്ടനാണ്. അതുകൊണ്ട് ആദ്യം ചെന്ന് നിന്റെ അളിയനെ ചാക്കിലാക്കാൻ നോക്ക്. അവനാണെങ്കിൽ ഒരു പോലീസുകാരനെ കൊണ്ടേ അവളെ കെട്ടിക്കുമെന്ന് പറഞ്ഞ് നടക്കുക. രുദ്ര അത് പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഋഷിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലും. മോനെ ഋഷി, നീ കുറച്ചു നേരം നിന്ന് ടെൻഷൻ അടിക്ക്. എന്താ ഒരു മനസ്സുഖം. രുദ്ര അത് ആലോചിച്ച് മുന്നോട്ട് നടന്നു.
കുറച്ചു സമയത്തിനു ശേഷം അവരെല്ലാം അമ്പലത്തിലെത്തി. എല്ലാവരും അകത്തേക്ക് കയറി പ്രാർത്ഥിച്ച ശേഷം ആൽത്തറയിലിരുന്നു. ഋതുവും ഋഷിയും അഭിയും ഓരോരോ തിരക്കുകളിലാണ്. ഹലോ ചേച്ചിക്കുട്ടീസ്. വേദുവും ആമിയും ഋതുവും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് വരുന്ന ഉണ്ണിയെ കാണുന്നത്. ആഹാ, ഇതാരാ ഞങ്ങളുടെ അനിയൻ കുട്ടനോ? കുറെ ആയല്ലോ കണ്ടിട്ട്. വേദു പറഞ്ഞതും അവനൊന്ന് ഇളിച്ചു കാണിച്ചു. ആമിയാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം നോക്കി നിൽക്കുവാണ്. മോനെ ഉണ്ണി, അതെനിക്ക് തരുമോ? ഏത്? അല്ല, ഐസ്ക്രീം. അതെനിക്ക് വേണം, അത് ഞാനിങ്ങ് എടുക്കുക. അവൾ അത് പറഞ്ഞ് അവൻ്റെ കയ്യിലിരുന്ന ഐസ്ക്രീം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. ബാക്കി 3 ഇവിടെ ഇപ്പോൾ ആരാ പടക്കം പൊട്ടിച്ചത് എന്ന എക്സ്പ്രഷൻ ഇട്ട് ഇരുന്നു. ആ ചേച്ചി എന്ത് പണിയെ കാണിച്ചത്? അവൻ അത് പറഞ്ഞ് വേദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വേദു ആണെങ്കിൽ ചിരി കടിച്ചു പിടിച്ചിരുന്നു. അത് പോട്ടെ ഉണ്ണി, നീ വായോ, നിനക്കൊന്നിന് പകരം 2 മേടിച്ചു തരാം. എങ്കിലൊക്കെ. അവർ 3 ഐസ്ക്രീം വാങ്ങാനായി പോയി. ആമി ഐസ്ക്രീമുമായി ഓടിയത് നേരെ ചെന്നിടിച്ച് ഋഷിയെയാണ്. ഡി, നിനക്കിത് തന്നെയാണോ പണി? സോറി. എത്രണ്ണം കാണും ഇത്? ഏത്? അല്ല, ഈ സോറി. എന്നും ഇത് തന്നെയാണല്ലോ നിനക്ക് പരിപാടി. ശുപ്പാണ്ടി, താൻ കൂടുതലൊന്നും പറയണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഇനി ആവർത്തിക്കില്ല. അവൾ അത് പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഋഷി അവളെ ഒന്ന് നോക്കിയിട്ട് നേരെ അബിയുടെ അടുത്തേക്ക് പോയി. അബി. എന്താടാ? അല്ല രുദ്രന്തേ? അവനെ കണ്ടില്ലല്ലോ. അവന് ക്ഷേത്രത്തിൻ്റെ അകത്തുണ്ട്, എന്തോ പരിപാടിയിലാണ്. അത് നന്നായി. അതെന്താ? അല്ല, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്ക്. അത് പിന്നെ, നീ ആമി ഒരു പോലീസുകാരനെ കൊണ്ട് മാത്രമേ കെട്ടിക്കൂ എന്നുള്ളത് സത്യമാണോ? നിന്നോട് ഇതാരാ പറഞ്ഞത്? അത് ആരെങ്കിലും ആകട്ടെ, ഉള്ളതാണോ? അവളെ പോലൊരു അരവട്ടിനെ പോലീസുകാരനെ കൊണ്ട് കെട്ടിക്കാനോ? അതിലും ഭേദം അവളെ കെട്ടിക്കാതിരിക്കുന്നേ. അവൻ അത് പറഞ്ഞ് നടന്നുപോയി. ഋഷി അവൻ പറഞ്ഞത് ആലോചിച്ച് നേരെ നോക്കിയത് ഐസ്ക്രീമും പിടിച്ചുകൊണ്ട് ഉണ്ണിയുമായി വഴക്കിടുന്ന ആമിയെയാണ്. ഇതിന് അരവട്ടല്ല, മുഴുവ്രാന്താണ്. അവൻ ഓരോന്ന് ആലോചിച്ച് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോയി.